ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ഉം 26-ഉം തിരുലിഖിതങ്ങൾ. യേശു ഇപ്രകാരം ഉദ്ഘോഷിച്ചു: സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, അവിടുന്ന് ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു അവിടുത്തെ തിരുവുള്ളം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഹോസിയ പ്രവചനത്തിലെ 14-ാം അധ്യായത്തിൽ 8-ഉം 9-ഉം തിരുലിഖിതങ്ങൾ. നിനക്ക് ഫലം തരുന്നത് ഞാനാണ്. ജ്ഞാനമുള്ളവൻ ഈ കാര്യങ്ങൾ ഗ്രഹിക്കട്ടെ, വിവേകമുള്ളവൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ലോകാരംഭം മുതൽ മറച്ചു വെച്ച നിഗൂഢ രഹസ്യങ്ങൾ ഇതാ എനിക്കും നിങ്ങൾക്കും വെളിപ്പെടുത്താൻ വേണ്ടി തൻ്റെ കൃപയുടെ മണിക്കൂറുകളിലേക്ക് നമ്മെ വിളിച്ചിരിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തി, ഓ ദൈവമേ, വചനം ഗ്രഹിക്കാനുള്ള അരൂപിയാൽ നിറയ്ക്കണമേ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ദൈവവചനം ഗ്രഹിക്കാൻ തടസ്സമായി നിൽക്കുന്ന ക്ഷീണം, തളർച്ച, പല വിചാരങ്ങൾ, എതിർചിന്ത, മല്ലടിക്കുന്ന പ്രകൃതങ്ങൾ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങളെ ഉണർത്തണമേ, മനസ്സുകളെ പ്രകാശിപ്പിക്കണമേ. ദൈവവചനത്തിന് വേണ്ടിയുള്ള ദാഹവും ഉണർവും നൽകി കുടുംബങ്ങളെയും സമൂഹങ്ങളെയും സ്ഥാപനങ്ങളെയും ഇപ്പോൾ അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാലികാ ബാലന്മാർ അഭിഷേകം പ്രാപിക്കട്ടെ, കുഞ്ഞു മക്കൾ അഭിഷേകം പ്രാപിക്കട്ടെ, മുതിർന്നവർ അഭിഷേകം പ്രാപിക്കട്ടെ. യുവതി യുവാക്കന്മാരുടെ മേൽ അറിവിൻ്റെയും ഉണർവിൻ്റെയും ആത്മാവ് നിറയട്ടെ. ലോകം മുഴുവനും ഉണർവിന്റെ കൊടുങ്കാറ്റടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹോസിയ പ്രവചനത്തിൽ 14-ാം അധ്യായത്തിൽ 8-ഉം 9-ഉം തിരുലിഖിതങ്ങൾ ഇന്ന് നാം പഠിക്കാൻ പോവുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിനക്ക് ഉത്തരം അരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ്. നിത്യഹരിതമായ സരളമരം പോലെയാണ് ഞാൻ. നിനക്ക് ഫലം തരുന്നത് ഞാനാണ്. ജ്ഞാനമുള്ളവൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, വിവേകമുള്ളവൻ ഈ കാര്യങ്ങൾ അറിയട്ടെ. കർത്താവിൻ്റെ വഴികൾ ഋജുവാണ്, നീതിമാന്മാർ അതിലൂടെ ചരിക്കുന്നു, പാപികൾ അവയിൽ കാലിടറി വീഴുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ഞാനും നിങ്ങളും സകല ദൈവമക്കളും അറിയേണ്ട ഒരു അടിസ്ഥാന രഹസ്യം പരിശുദ്ധാത്മാവ് ഇവിടെ അനാവരണം ചെയ്യുകയാണ്. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഞാനാണ് നിനക്ക് ഉത്തരം അരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും. ഞാൻ നിത്യഹരിതമായ സരളമരം പോലെ തന്നെ. ഹല്ലേലൂയ. എന്താ നിത്യഹരിതമായ സരളമരം? ഒരിക്കലും ഇല കൊഴിയുന്നില്ല, ഒരിക്കലും അത് ക്ഷീണിക്കുന്നില്ല, ഒരിക്കലും അതിൽ ഫലം ഇല്ലാതാകും. എപ്പോഴും അതിന് തണലുണ്ട്,
എപ്പോഴും അവിടെ ആശ്വാസമുണ്ട്, എപ്പോഴും അവിടെ നിറവുണ്ട്, എപ്പോഴും അവിടെ സമൃദ്ധി, എപ്പോഴും അങ്ങോട്ട് നോക്കിയാൽ കൺ കുളിർക്കുന്ന അനുഭവം. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മറ്റൊരു ഉദാഹരണം ചിന്തിക്കാം. നമുക്കൊരു പത്തായം ഉണ്ടെന്നിരിക്കട്ടെ. ആ പത്തായത്തിൽ എപ്പോഴും നെല്ല് നിറഞ്ഞു കിടക്കുകയാണ്, നിത്യമായി നിറഞ്ഞു കിടക്കുന്ന പത്തായം പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, എത്ര എടുത്താലും പിന്നെ അതുപോലെ അവിടെ നിറച്ചും കിടക്കുക. അങ്ങനത്തെ ഒരു സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അത് ദൈവം തന്നെ പരിചയപ്പെടുന്ന അതുപോലെയാണ്. ഇപ്പം നമുക്ക് ബാങ്കിൽ കുറച്ച് പണം ഉണ്ടെന്നിരിക്കട്ടെ, നമ്മൾ എത്ര പണം എടുത്താലും വീണ്ടും അത്രയും ബാങ്കിൽ നിറഞ്ഞു കിടക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് നിറയുക. അങ്ങനത്തെ ഒരു സംവിധാനം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ദൈവം തന്നെ പരിചയപ്പെടുത്തുന്നത് അതുപോലൊരു ഉപമയെടുത്തിട്ടാണ്. ദൈവം പറയാണ്, ഞാൻ എന്നും നിറഞ്ഞു കിടക്കുന്ന നദിയാണ്, ഞാൻ എന്നും പച്ചയായി നിൽക്കുന്ന മരമാണ്, ഒരിക്കലും ശോഷിക്കാത്ത നിത്യസമൃദ്ധിയാണ് എന്ന് തന്നെ വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാനാണ് നിന്നെ പോറ്റി പുലർത്തുന്നത്, ഞാനാണ് നിനക്ക് ഉത്തരമരുളുന്നത്, ഞാനാണ് നിന്നെ സംരക്ഷിക്കുന്നത്, ഞാനാണ് നിനക്ക് ബലം തരുന്നത്. നീ ഒരു ബിസിനസ് തുടങ്ങിയാൽ ആ ബിസിനസ് ബലം ചൂടിക്കുന്നത് ഞാനാണ്. നീ ഒരു വീട് വെക്കാൻ തുടങ്ങിയാൽ ആ വീട് പൂർത്തിയാക്കി തരുന്നത് ഞാനാണ്. നിന്റെ മക്കളെ പഠിപ്പിച്ചാൽ ആ മക്കൾക്ക് ജോലി കൊടുക്കുന്നത് ഞാനാണ്. നീ ഒരു പശുവിനെയോ പോത്തിനെയോ ആടിനെയോ ഒരു ഫാമോ ഒരു പന്നീനെയോ എന്തിനെങ്കിലും വാങ്ങിവിട്ടാൽ അതിനെ വളർത്തി അത് നിനക്ക് സമൃദ്ധിയായി മാറുന്നത്, അഭിവൃദ്ധി ഉണ്ടാക്കുന്നത് ഞാൻ മൂലമാണ് എന്ന് തിരുലിഖിതങ്ങളിലൂടെ കർത്താവ് പഠിപ്പിച്ചിട്ട് അവിടുന്ന് പറയുകയാണ്, വിവേകമുള്ളവൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, ജ്ഞാനമുള്ളവൻ ഇക്കാര്യങ്ങൾ അറിയട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഈ സംഭവം മനസ്സിലാക്കി തന്ന ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. ഇത് കേരളത്തിലുള്ള കൊട്ടിയം എന്ന സ്ഥലത്ത് നിന്ന്, കൊല്ലം ജില്ലയിലെ കൊട്ടിയം എന്ന സ്ഥലത്ത് നിന്ന് ഒരു വ്യക്തിയുടെ അനുഭവം എഴുതി അറിയിച്ചിരിക്കുകയാണ്. എൻ്റെ പേര് സിന്ധുമണി, ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടിയം എന്ന സ്ഥലത്ത് നിന്നാണ് ഇത് എഴുതുന്നത്. എല്ലാ ആഴ്ചയിലും ടെലിവിഷനിലൂടെ വരുന്ന അട്ടപ്പാടിയിൽ നിന്നുള്ള വചന ശുശ്രൂഷയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങളുടെ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പഴയ വീട് പൊളിച്ച് ഒരു പുതിയ വീട് പണിയുന്നതിന് ആഗ്രഹിച്ച് ഞങ്ങൾ പഴയ വീട് പൊളിച്ചു മാറ്റി. അതിനുശേഷം പുതിയ വീടിന് വേണ്ടി അധ്വാനം ആരംഭിച്ചു. 4 വർഷമായിട്ടും വീട് വെക്കുവാൻ, അതിൻ്റെ എന്തെങ്കിലും പണികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. വീട് വെക്കാൻ ആവശ്യമായ കല്ലും തടിയുമുണ്ട്, വീട് വെക്കാൻ ആവശ്യമായ ആളുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നാൽ ഓരോരോ തടസ്സങ്ങൾ വന്ന് ഒന്നിനു പുറകെ ഒന്നായി തടസ്സപ്പെട്ട് 2008 വരെ വീട് പണി അങ്ങനെ മുടങ്ങിക്കിടന്നു. 2008 ഡിസംബർ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ഞങ്ങൾ അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ പോയി അഭിഷേക പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. അവിടെ അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന വസ്തുക്കൾ വെഞ്ചിരിച്ചു തരാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കയ്യിൽ പിടിക്കുക. അപ്പോൾ എണ്ണയും വെള്ളവും ഞങ്ങൾ എടുത്ത് കയ്യിൽ പിടിച്ചു. അച്ഛന്മാർ യേശുവിന്റെ നാമത്തിൽ വെഞ്ചിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ആ വസ്തുക്കൾ കാണിച്ചു. വെഞ്ചിരിച്ച വസ്തുക്കളുമായി ഞങ്ങൾ തിരിച്ചു പോന്നു. അന്ന് ഒത്തിരിയേറെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോന്നത്. അങ്ങനെ ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് ആ വെഞ്ചിരിച്ച വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു. ആ വെഞ്ചിരിച്ച എണ്ണ അവിടെ ഓരോ തുള്ളിയായി വീഴ്ത്തി. അത്ഭുതമെന്ന് പറയട്ടെ, ദൈവം ഞങ്ങളുടെ നിലവിളിക്ക് പെട്ടെന്ന് ഉത്തരം തന്നു. ഞങ്ങൾ വെഞ്ചിരിച്ച വെള്ളം കൊണ്ട് പറമ്പിൽ ഒഴിച്ചതിന്റെ 2-ാം ദിവസം എൻ്റെ സഹോദരങ്ങൾ അവരുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം പണയം വെച്ച് വീണ്ടും എനിക്ക് 1 ലക്ഷം രൂപയും കൂടെ കൊണ്ടുവന്ന് തന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് പണി തുടങ്ങാൻ സാധിച്ചു. അപ്പോൾ 2 ലക്ഷം രൂപയുടെ ലോണും പാസ്സായി. യാതൊരു തടസ്സവുമില്ലാതെ വെറും 4 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ ഭവനത്തിന്റെ പണി പൂർത്തിയായി. ഞങ്ങൾ അതിൽ കയറി താമസിച്ചു. ഇത് സ്വർഗം പണിതു തന്ന ഭവനമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. ഞങ്ങൾ പണിയാൻ ആഗ്രഹിച്ചിരുന്ന 4 വർഷമായി പണിയാൻ സാധിക്കാതെ തകർന്നു കിടക്കുന്ന ഭവനത്തിന്റെയും പണി തീർന്ന് വെഞ്ചിരിച്ച പുതിയ ഭവനത്തിന്റെയും 2 ഫോട്ടോകൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരികയാണ്. ആ 2 ഫോട്ടോകളാണ് ഇതാ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പണി തീരാത്ത കല്ലും മണ്ണുമായി കിടക്കുന്ന ആ തറയുടെ ഫോട്ടോയാണത്.
പണിയാൻ വേണ്ടിയുള്ള കല്ലും തടിയെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ അവർക്കത് പണിയാൻ പറ്റുന്നില്ല. ഇത് പണി തീർന്ന ആ ഭവനത്തിന്റെ, വെഞ്ചിരിച്ച് പണി തീർന്ന് താമസമാക്കിയ ഭവനത്തിന്റെ ഫോട്ടോയാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക എന്താ ഇവിടെ സംഭവിച്ചത്. ഇവരുടെ കഴിവ് കൊണ്ട് ഒരു വീട് പണിയാൻ വേണ്ടി ആഗ്രഹിച്ചു. പണമുണ്ടാക്കി വെച്ച് അടുക്കി പണം ഉണ്ടാക്കി വെച്ചു. കല്ലും തടിയും വാങ്ങി വെച്ചു. കല്ലും തടിയും പണം ഉണ്ടെങ്കിൽ, അതുപോലെ പണിയാൻ ആളുണ്ടെങ്കിൽ എല്ലാം നടക്കും എന്നുള്ളതാണ് ധാരണ. എന്നാൽ 4 വർഷത്തിലധികമായി ഇതാ 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങാതെ നരകിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവ പൈതലിന് ആത്മീയ പരിജ്ഞാനം കിട്ടിയത്. അവർ പ്രാർത്ഥിച്ചു, ദൈവത്തെ ആരാധിച്ചു, വെഞ്ചിരിപ്പ് ശുശ്രൂഷയോട് പങ്കുചേർന്നു, യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ വിട്ടുപോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവശക്തി അയച്ചു, വെഞ്ചിരിച്ച വസ്തുക്കൾ ആ കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് ഒഴിച്ചു. ഇത് അവരേറ്റു പറയുകയാണ്, വെഞ്ചിരിച്ച വെള്ളം ആ കോമ്പൗണ്ടിൽ ഒഴിച്ചതിന്റെ 2-ാം ദിവസം തന്നെ, 2ന്റെ അന്ന് തന്നെ പണി ആരംഭിച്ചു. പിന്നെ 1 ഇഞ്ച് പുറകോട്ട് പോകേണ്ടി വന്നിട്ടില്ല. 4 മാസത്തിനുള്ളിൽ പണി തീർന്ന് അതിനകത്ത് കയറുന്നത് റെക്കോർഡ് വേഗത്തിലാണ് പണി പൂർത്തിയായത്. ഹല്ലേലൂയ. 4 മാസത്തിനുള്ളിൽ പണി പൂർത്തിയായി അതിനുള്ളിൽ കയറി താമസിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വീട് പണി തുടങ്ങിയാൽ അത് പൂർത്തിയാക്കി തരുന്നത് കർത്താവാണ്. ഹോസിയ 14-ാം അധ്യായത്തിൽ 8-9 തിരുലിരുന്ന് പഠിപ്പിക്കുകയാണ്, ഞാനാണ് നിനക്ക് ഉത്തരം അരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും, ഞാനാണ് നിനക്ക് ഫലം തരുന്നത്. വിവേകമുള്ള ഇത് മനസ്സിലാക്കിയെടുക്ക്. ഞാനാണ് നിനക്ക് ഫലം തരുന്നത്. നീ കല്ലുണ്ടാക്കുന്നു, നീ തടിയുണ്ടാക്കുന്നു, അതൊരു വീടാക്കി മാറ്റുന്നത് ഞാനാണ്. നീ വിത്തുകൾ കുഴിച്ചിടുന്നു, നീ വെള്ളമൊഴിക്കുന്നു, നീ വളം ചെയ്യുന്നു, അതൊരു വിളവാക്കി മാറ്റുന്നത് ഞാനാണ്. നീ ചുക്കുണ്ടാക്കുന്നു, കുരുമുളകുണ്ടാക്കുന്നു, ഉണങ്ങുന്നു, ചാക്കിൽ കെട്ടുന്നു, അത് പണമാക്കി മാറ്റുന്നത് ഞാനാണ്. നീ പശുവിന് പുല്ല് കൊടുക്കുന്നു, പിണ്ണാക്ക് കൊടുക്കുന്നു, നിനക്കത് വരുമാനമാക്കി മാറ്റുന്നു, നിനക്കത് അനുഭവിക്കാൻ ഉപയുക്തമാക്കി മാറ്റുന്നത് ഞാനാണ്. നിനക്ക് ഫലം തരുന്നത് ഞാനാണ്. ഹല്ലേലൂയ. ഈ കാര്യം ഞാനും നിങ്ങളും അംഗീകരിക്കണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹോസിയയുടെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ്, എന്നാൽ ദുഷ്ടർക്കോ പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും. ദുഷ്ടര് ചിന്തിച്ചിരിക്കും, ഇതെങ്ങനെ ചിന്തിച്ച് അവസാനം ഏതെങ്കിലും ചെന്ന് ഗുരുമാരി ചെന്ന് ചാടും, അവസാനം കിറുക്ക് പിടിക്കും, അവസാനം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും, അവസാനം ശത്രുതയിലേക്ക് പോകും, അവസാനം കള്ളക്കടത്തിലേക്ക് പോകും, അവസാനം തിന്മയിലേക്ക് പോകും, അവസാനം മാന്തി പറിക്കാനും വെട്ടിപ്പിടിക്കാനും കടിച്ചു കീറാനും പിടിച്ചു വിഴുങ്ങാനും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടിവാളവും. എന്നാൽ വിശുദ്ധർ, കർത്താവിന് മുമ്പിൽ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ളവർ, നിഷ്കളങ്ക ഹൃദയമുള്ളവർ, അവർക്ക് കർത്താവിന്റെ മാർഗ്ഗം ഋജുവാണ്. അവരെന്ത് ചെയ്യും? അവർക്കൊരു കാര്യം ആവശ്യം വന്നാൽ അവർ നേരെ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. അവർ നേരെ ദൈവത്തിങ്കിലേക്ക് ചെന്നിട്ട്, അപ്പാ, ദൈവമേ, യേശുവേ, എനിക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവം അവരുടെ ആ കാര്യത്തിൽ അവർക്ക് ഫലം കൊടുത്തുകൊണ്ട് അവരുടെ മുമ്പിൽ നിൽക്കും. യെശയ്യായുടെ പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ 4ഉം 5ഉം തിരുലിഖിതങ്ങൾ, അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവും ആകുന്നു. കൊടുങ്കാറ്റിൽ ശക്തി ദുർഗവും കൊടും വെയിലിൽ തണലും. ഇതാണ് ദൈവത്തിന്റെ സ്വഭാവം. ഞാനും നിങ്ങൾ ദൈവത്തിലേക്ക് വരുമ്പോൾ ദൈവം ഒരു പത്തായം പോലെ നമുക്ക് രൂപാന്തരപ്പെടുകയാണ്. ഏത് ആവശ്യവുമായിട്ടാണോ ഞാനും നിങ്ങൾ ചെല്ലുന്നത്, അവിടെ എന്റെ ദുഃഖത്തിന്റെ ഉത്തരമായിട്ട് ദൈവം മാറുകയാണ്. കൊടുങ്കാറ്റിൽ ഇരിക്കുന്നവർക്ക് ശക്തി ദുർഗവും കൊടും വെയിലിൽ ഇരിക്കുന്നവർക്ക് തണലും. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞാൻ താമരശ്ശേരിയിൽ നിന്നാണ് ഈ കത്തെഴുതുന്നത്. എൻ്റെ മകന് വേണ്ടിയാണ് ഞാനിത് സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ മകന് ഇപ്പോൾ 4 വയസ്സ് പ്രായം. 1 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ പൈൽസിന്റെ അസുഖം അവന് പിടിച്ച്. ഇംഗ്ലീഷ്, ഹോമിയോ, ആയുർവേദം എല്ലാം കഴിച്ച്, എന്നിട്ടും ഒരു കുറവുമില്ല. അങ്ങനെ രോഗം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. വിഷമിക്കുമ്പോൾ ദൈവവചനം ടെലിവിഷനിലൂടെ ഞങ്ങൾ കേട്ടു. ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിച്ച് ഞങ്ങൾ കുടുംബസഹിതം മകന്റെ രോഗത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കാൻ വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ രോഗം മാറിയാൽ കത്തെഴുതി സാക്ഷ്യപ്പെടുത്താം എന്ന് നേർച്ച നേരുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ,
ആ ഒരൊറ്റ പ്രാർത്ഥനയിൽ തന്നെ ദൈവത്തിന്റെ അത്ഭുത ശക്തി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വ്യാപരിച്ചു. അതിൽ പിന്നെ ആ രോഗം എൻ്റെ കുഞ്ഞിനെ ഇതുവരെ അലട്ടിയിട്ടില്ല. എൻ്റെ മകന് പരിപൂർണ സൗഖ്യം അന്ന് തന്നെ ഉണ്ടായി എന്ന് യേശുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾ പിന്നീട് എന്നും ഈ പ്രോഗ്രാം മുടങ്ങാതെ കാണുന്ന ഒരു കുടുംബമായി മാറിക്കഴിഞ്ഞു. ഹല്ലേലൂയ. നോക്കുക, ആ മകന് 1 വയസ്സ് തുടങ്ങിയപ്പോൾ മുതൽ പൈൽസ് രോഗം തുടങ്ങിയതാണ്. എന്തോ ഒരു കഠിനമായ രോഗപീഠ. 4 വയസ്സ് വരെ അത് കഠിനമായി നരകിച്ച്. എന്നാൽ ഈ കുടുംബം വിശ്വാസത്തോടെ യേശുവിന്റെ സന്നിധി വചനം കേട്ട് യേശുവിന്റെ നാമത്തെ വിളിച്ച് വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം മുറിച്ചുവാണ്. തൽക്ഷണം ദൈവശക്തി ആ രോഗത്തിന് മേൽ വ്യാപരിച്ച് ഇന്ന് സൗഖ്യത്തിന്റെ സന്തോഷത്തിൽ കുടുംബം ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. ദുഷ്ടർക്ക് അവിടുത്തെ മാർഗങ്ങൾ പ്രതിബന്ധങ്ങൾ നിറഞ്ഞതാണ്. അവർ ചിന്തിക്കുകയാണ്, ഇതെങ്ങനെ നടക്കും, ഇതെങ്ങനെ സംഭവിക്കും, ഇതിന്റെ തിയോളജി എന്താണ്, ഇതിന്റെ ഫിലോസഫി എന്താണ്, ഇതിന്റെ മെക്കാനിസം എന്താണ്. ഇങ്ങനെ ചിന്തിച്ച് അതിന്റെ അവസാനത്തിൽ എവിടെ ചേരുമെന്ന് നമുക്കറിയാൻ പാടില്ല. എന്നാൽ എളിയ മക്കളുണ്ട്, അവരുടെ വിശ്വാസം ദൈവത്തിലാണ്. അവർ നേരെ ദൈവത്തിലേക്ക് ചെല്ലുന്നു. യെശയ്യാ പ്രവചനം 25-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവം വെളിപ്പെടുത്തുകയാണ്, കൊടുങ്കാറ്റിൽ ഇരിക്കുന്നവർക്ക് ഞാൻ ശക്തി ദുർഗം, കൊടും വെയിലിൽ ഇരിക്കുന്നവർക്ക് ഞാൻ തണലായി മാറും, രോഗത്തിലിരിക്കുന്നവർക്ക് ഞാൻ ഔഷധമായി മാറും. വീണ്ടും യെശയ്യാ പ്രവചനത്തിൽ 28-ാം അധ്യായം 6-ാം തിരുലിഖിതം, അവിടുന്ന് ന്യായാധിപന് നീതിയുടെ ആത്മാവും നഗര കവാടത്തിങ്കൽ നിന്ന് ശത്രുവിനെ തുരത്തുന്നവർക്ക് ശക്തിയുമായി മാറും. അവിടുന്ന് ന്യായാധിപന് നീതിയുടെ ആത്മാവും നഗര കവാടത്തിങ്കിൽ നിന്ന് ശത്രുവിനെ തുരത്തുന്നവർക്ക് ശക്തിയുമായി മാറും. ഹല്ലേലൂയ. എന്താണോ എൻ്റെ നിങ്ങളുടെ ആവശ്യം, ആ ആവശ്യത്തിലേക്ക് ദൈവശക്തി രൂപാന്തരപ്പെട്ടു വരും. വേറൊരു വാക്കി പറഞ്ഞാൽ, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തെ സമാധാനത്തിൽ സൂക്ഷിക്കുന്നത് കർത്താവാണ്. എനിക്ക് കടബാധ്യത ഉണ്ടെങ്കിൽ ആ കടബാധ്യന്റെ സമാധാനം എൻ്റെ ജീവിതത്തിന്റെ സ്വസ്ഥത കെടുത്തും. രോഗമുണ്ടെങ്കിൽ അതെന്നെ ബുദ്ധിമുട്ടിക്കും. എൻ്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ, എൻ്റെ ശരീരത്തിൽ വേദനയുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എൻ്റെ ബന്ധങ്ങളിലുണ്ടെങ്കിൽ എൻ്റെ സമാധാനം കെടുത്തും. ദൈവം പറയുകയാണ്, യെശയ്യായുടെ പുസ്തകത്തിൽ 26-ാം അധ്യായത്തിൽ 3-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. ഒരു കുറവില്ലാത്ത വിധം സമാധാനത്തിൽ സംരക്ഷിക്കുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് നാം വായിക്കുന്നത് സങ്കീർത്തന പുസ്തകം 84-ാം അധ്യായത്തിൽ 11-ഉം 12-ഉം തിരുലിഖിതങ്ങളിലാണ്. എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയമത്രേ, അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയിൽ ശരണം വെക്കുന്നവർ ഭാഗ്യവാന്മാർ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. തുരുത്തി എന്ന സ്ഥലത്ത് നിന്ന് റോസമ്മ തന്റെ അനുഭവം എഴുതി അറിയിക്കുകയാണ്. ഞാൻ എല്ലാ ആഴ്ചയിലും ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷ പങ്കുചേരുകയാണ്. വചനപ്രഘോഷണത്തിലും ആരാധനയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ദൈവത്തിന്റെ ശക്തിയെ ഞാൻ അറിഞ്ഞു. എനിക്ക് 40 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കർത്താവിനെ പ്രാർത്ഥിച്ചു. എൻ്റെ 40 ലക്ഷത്തോളം വരുന്ന കടബാധ്യത മാറ്റാനുള്ള വഴികൾ എൻ്റെ കർത്താവ് തുറന്നു തന്നു. എൻ്റെ മകന് വിസ തടസ്സം നിമിത്തം ഞങ്ങൾ ക്ലേശിക്കുകയായിരുന്നു. എന്നാൽ പ്രാർത്ഥന വഴി എൻ്റെ മകൻ്റെ വിസ തടസ്സം മാറി. ഇന്ന് എൻ്റെ മകൻ വിദേശത്ത് വലിയ നിലയിൽ ജോലി ചെയ്യുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് എൻ്റെ കുടുംബത്തിലേക്ക് വന്നത്. തുരുത്തിയിൽ നിന്ന് ഇതാ എളിയ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കടബാധ്യതയാകട്ടെ, കുട്ടികളുടെ രോഗങ്ങളാകട്ടെ, അതും അല്ലെങ്കിൽ വീട് സംബന്ധമായ പ്രശ്നങ്ങളാകട്ടെ, എന്തുമാകട്ടെ, വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ്. ഞാനാണ് ഫലം തരുന്നത് എന്ന് പറഞ്ഞ കർത്താവിൽ ആശ്രയിച്ച് ജീവിതത്തിന്റെ കണ്ണുനീര് ദൈവത്തിങ്കിലേക്ക് കൊടുത്ത് കരഞ്ഞു നിലവിളിക്കാൻ അവർക്ക് ആത്മാവിന്റെ അഭിഷേകമുണ്ട്. എന്നാൽ ഞാനും നിങ്ങൾ മർക്കട മുഷ്ടി പിടിച്ചാലോ, ഞാനും നിങ്ങൾ ദുർബുദ്ധിയിലിരുന്നാലോ, ഞാനും നിങ്ങളും എതിർ ചിന്തയിലിരുന്നാലോ, അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് 5 പൈസയുടെ പ്രയോജനമില്ല.
113 സങ്കീർത്തനത്തിൽ 7 തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. 113 സങ്കീർത്തനത്തിൽ 9 തിരുലിഖിതം, അവിടുന്ന് വന്ധിക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം ഇതാ വെളിപ്പെടുത്തുകയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏത് സാഹചര്യം വരട്ടെ, എന്തു വലിയ പ്രതികൂലങ്ങൾ വരട്ടെ, എത്ര വലിയ തകർച്ച വരട്ടെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാനും നിങ്ങളും കർത്താവിനെ ആശ്രയിക്കുന്ന ഒരു അഭിഷേകം പ്രാപിച്ചാൽ, എനിക്ക് നിങ്ങൾക്കും ഒരു കൊച്ചു കുഞ്ഞ് അപ്പന്റെ അടുത്തേക്ക് എന്നതുപോലെ, ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് എന്നതുപോലെ വേഗം ദൈവത്തിങ്കിലേക്ക് ചെന്ന് അപ്പാ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, ഹൃദയത്തിന്റെ എല്ലാ വേദനയും തുറന്ന് ദൈവത്തോട് പറയാൻ തക്കവണ്ണം ആത്മാവിന്റെ ഒരു അഭിഷേകം ദൈവം ഉയർത്തും എന്ന് വിശുദ്ധരെന്ന് വെളിപ്പെടുത്തുകയാണ്. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 11 അധ്യായത്തിൽ 25 26 തിരുലിഖിതങ്ങൾ യേശു ഇപ്രകാരം ഉദ്ഘോഷിച്ചു: സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, അവിടുന്ന് ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരം തന്നെ ആയിരുന്നല്ലോ അവിടുത്തെ തിരുവുള്ളം. എഴുന്നേറ്റ് നിന്ന് ശിശു സഹജമായൊരു നിഷ്കളങ്കതയുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 1 അധ്യായം 2 തിരുലിഖിതം വായിക്കുകയാണ്. അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു, അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവത്തെ ആശ്രയിക്കാനുള്ള കൃപ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നത അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. ദുർചിന്തകൾ, സംശയങ്ങൾ, വികടചിന്തകൾ, എതിർചിന്തകൾ, മല്ലടിക്കുന്ന പ്രകൃതങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ദൈവാശ്രയത്തിന്റെ അഭിഷേകം ഇപ്പോൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹോസിയ പ്രവചനത്തിൽ 14 അധ്യായം 8 തിരുലിഖിതം, ഞാനാണ് നിങ്ങൾക്ക് ഫലം തരുന്നത്. വിവേകമുള്ളവൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, ജ്ഞാനമുള്ളവൻ ഇത് അറിയട്ടെ. ഹല്ലേലൂയ. ബലിവേദിയിൽ ഈശോ അണയും നിമിഷമിതാ, തിരുഭോജ്യമാ സക്രാരിയിൽ നാഥൻ അണയും സമയമിതാ. മനസ്സിൻ്റെ നോവുകൾ കുരിശോടു ചേർക്കാൻ നാഥൻ അണയുന്നിതാ. കരുണ തുളുമ്പുമീ അൾത്താര തന്നിലായി ഈശോ എഴുന്നള്ളുന്നു. ഓ എന്നേശുവേ, ഓ എൻ ജീവനേ, നീ എന്നിൽ നിറഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവാൻ. ഓ എന്നേശുവേ, ഓ എൻ ജീവനേ, നീ എന്നിൽ നിറഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവാൻ. യേശയ്യാ പ്രവചനത്തിൽ 52 അധ്യായം 2 തിരുലിഖിതം, ബന്ധനസ്ഥയായ ജെറുസലേമേ, നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി,
നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി, പ്രിയ മകനെ, മകളെ, പാരമ്പര്യമായ എല്ലാ ബന്ധനങ്ങളും കുടുംബങ്ങളിൽ നിന്ന് തകരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തമായ യേശുവിന്റെ നാമം കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. ഇടിമിന്നൽ പോലെ യേശുവിന്റെ നാമം കുടുംബങ്ങളിൽ ഇറങ്ങട്ടെ. തലമുറകളായി പാരമ്പര്യമായ എല്ലാ ബന്ധനങ്ങളും അതിന്റെ ആധിപത്യങ്ങളും യേശുനാമത്തിൽ ചിഹ്നഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നീ എന്നിൽ നിറഞ്ഞാൽ ഞാൻ എത്ര ഭാഗ്യവാൻ. ഓ എന്നേശു